ഇറ്റലിക്കാരനായ എൻസോ ഫെരാരിയുടെ സ്വപ്നമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഫെരാരി കാർസ്. 1929-ൽ സ്കുഡേറി ഫെരാരി എന്നൊരു കമ്പനി തുടങ്ങുമ്പോൾ സ്വന്തമായി ഒരു കാർ നിർമ്മിക്കണമെന്ന് ഫെരാരിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. ആൽഫ റോമിയോക്ക് വേണ്ടി ഒരു റേസിംഗ് കാർ ഒരുക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1938-ൽ ആൽഫ കോഴ്സ് എന്ന പേരിൽ ആൽഫ റൊമേനിയോ ഒരു റേസിംഗ് ഫാക്ടറി വിങ് തുടങ്ങി. എൻസോ ഫെരാരി ആയിരുന്നു ആ ഒരു ഫാക്ടറിയുടെ മാനേജർ. പിന്നീടാണ് എൻസോക്ക് മനസ്സിലായത് തന്റെ ഫാക്ടറിയെ ആൽഫ റോമിയോ വിഴുങ്ങുമെന്ന്. അങ്ങനെ ആൽഫ റോമിയോയുമായിട്ടുള്ള കൂട്ടുകെട്ട് എൻസോ ഒഴിവാക്കി. റേസിംഗുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ഫെരാരി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആൽഫ റോമിയോ എൻസോയോട് പറഞ്ഞു. 4 വർഷത്തേക്കായിരുന്നു ഈ ഒരു നിയന്ത്രണം. എൻസോ അങ്ങനെ എയർക്രാഫ്റ്റ് ആക്സസറീസിന്റെ നിർമ്മാണ രംഗത്തേക്ക് കടന്നു. പക്ഷേ റേസിംഗ് ട്രാക്കുകളുടെ വിളി കേൾക്കാതിരിക്കാൻ ആ ഇറ്റലിക്കാരന് കഴിയുമായിരുന്നില്ല. വീണ്ടും കാറുകളുടെ ലോകത്തേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. 1940-ൽ എൻസോ ഫെരാരിയുടെ ആദ്യത്തെ റേസിംഗ് കാർ പുറത്തിറക്കി. ഫെരാരി എന്ന പേരിന് പകരം ടിപ്പോ 815 എന്നായിരുന്നു ആ മോഡലിന്റെ പേര്. വീണ്ടും പുതിയൊരു ഫാക്ടറി ഉയർന്നു വന്നു. പക്ഷേ വലിയൊരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചു. ഫാക്ടറി 1 വർഷമാകുന്നതിന് മുമ്പേ ബോംബിങ്ങിന്റെ രൂപത്തിൽ 2ാം ലോക മഹായുദ്ധം വന്നു. അതിൽ എൻസോയുടെ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധം നിലച്ചതോടെ ഫാക്ടറി വീണ്ടും സജീവമാകാൻ തുടങ്ങി. റേസിംഗ് കാറുകളോടൊപ്പം റോഡ് കാറുകളും കൂടെ നിർമ്മിക്കുവാൻ ഫെരാരി ആരംഭിച്ചു. അവിടുന്നാണ് ഫെരാരിയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചത്. 1947-ലാണ് ഫെരാരി ആദ്യമായി റോഡ് കാർ പുറത്തിറക്കിയത്. ഫെരാരിയുടെ 125 സ്പോർട്സ് എന്ന മോഡലായിരുന്നു ആ കാർ. ഈ കാറാണ് ഫെരാരിയെ ലോകമെമ്പാടും അറിയിച്ചത്.